ഓം ശാന്തി. ഞാൻ സ്വയം തന്നെ ഒരു ചൈതന്യ നക്ഷത്രത്തിന്റെ രൂപത്തിൽ അനുഭവം ചെയ്യുന്നു. ഞാൻ പരമധാമ നിവാസിയാണ്. പരമധാമത്തിൽ നിന്നും ശിവബാബയുടെ ദിവ്യ കിരണങ്ങൾ എന്നിൽ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ അങ്ങ് പതിതരെ പാവനമാക്കുന്ന പതിത പാവനനാണ്. സർവ ആത്മാക്കൾക്കും ഈ പഴയ ലോകത്തിൽ നിന്ന് മുക്തി നൽകുന്ന മുക്തിദാതാവാണ്. ഞാൻ ആത്മാ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്യുന്നു. ഞാൻ ഫരിസ്ത ആത്മീയ വിമോചന സേനയാണ്. എനിക്ക് ചുറ്റും പ്രകാശം തന്നെ പ്രകാശമാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ദിവ്യ കിരണങ്ങൾ 4 ദിശകളിലേക്കും വ്യാപ്തമാകുന്നു. ആത്മാക്കളുടെ മനസ്സിലെ പേടിയും അശാന്തിയും മാറ്റിക്കൊടുക്കുന്നു. ആത്മാക്കൾ ഗഹനമായ ശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. പവിത്രതയുടെ കിരണങ്ങൾ ആത്മാക്കളിൽ നിറഞ്ഞിരിക്കുന്ന വികാരങ്ങളെ ഭസ്മമാക്കുന്നു. ആത്മാക്കൾ വികാരങ്ങളിൽ നിന്ന് മുക്തമായി തന്റെ മൂലസ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. എൻ്റെ സുഖസ്വരൂപത്തിൻ്റെ കിരണങ്ങൾ ദുഃഖം, അശാന്തി, പീഡകളിൽ നിന്നും മുക്തമാക്കുന്നു. പതിത ലോകത്തിൻ്റെ ബന്ധങ്ങളിൽ നിന്നും ആത്മാക്കൾ മുക്തമാകുന്നു, പാവനമാകുന്നു. പുണ്യാത്മാക്കളായി പുണ്യത്തിൻ്റെ ലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്നു. ഞാൻ ഫരിസ്ത ആത്മീയ വിമോചന സേനയാണ്. ബാബയുടെ സഹയോഗിയാണ്. വിശ്വപരിവർത്തനത്തിൽ നിമിത്തമാണ്. സർവശക്തിവാന്റെ ശക്തിയിൽ ഭർപ്പൂറായി വിശ്വസേവയിൽ നിരന്തരം തത്പരനായിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളെല്ലാവരും സദ്ഗതി നൽകണം. എല്ലാവരുടെയും പ്രീതി ഒരു ബാബയുമായി കൂടിച്ചേർക്കണം. ഞാൻ എൻ്റെ ബുദ്ധി പൂജ്യനായി മാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. പൂജ്യരായ ദേവതകളായി മാറുന്നു. ഞാൻ ഈശ്വരീയ മുക്തി സേനയാണ്. മറ്റുള്ളവരുടെ മംഗളം ചെയ്യാനുള്ള ചിന്ത മുഴുവൻ ദിവസവും ഉണ്ടാകുന്നു. ബാബയുടെ പരിചയം കൊടുക്കണം. ബാബ അച്ഛനാണ്. അച്ഛനിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. എല്ലാവരെയും ബാബയുടെ സമ്പത്തിന്റെ അവകാശിയാക്കി മാറ്റണം. ഇതാണ് ആത്മീയ സേവനം. ഈ അന്തിമ ജന്മത്തിൽ ബാബ പഠിപ്പിച്ചിരിക്കുന്ന
ആത്മീയ സേവനം ചെയ്യുന്നു. മറ്റെല്ലാറ്റിൽ നിന്നും ബുദ്ധിയുടെ പ്രീതി വേർപെടുത്തി ഒരേ ഒരു ബാബയോടൊപ്പം യോജിപ്പിക്കുന്നു. സത്യം സത്യമായ ആത്മീയ സേവാധാരിയായി മാറുന്നു. മറ്റുള്ളവർക്കും വഴി കാട്ടിക്കൊടുക്കുന്നു. അവസ്ഥ വളരെ സന്തോഷമുള്ളതാക്കി മാറ്റുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. തന്റെ ശ്രേഷ്ഠ വ്യവഹാരത്തിലൂടെ സർവാത്മാക്കൾക്കും സുഖം കൊടുക്കുന്ന മഹാനാത്മാവാകുന്നു. ദിവസവും എല്ലാവർക്കും സുഖം കൊടുക്കാനുള്ള സേവ ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ആ ആത്മാവിൽ നിന്നും ആശീർവാദം പുറപ്പെടുന്നു. ആശീർവാദങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നു. ആശീർവാദങ്ങളിലൂടെ ഞാൻ മഹാനാത്മാവാകുന്നു. ചെയ്തതിന് ശേഷം ചിന്തിക്കുന്നതാണ് പശ്ചാത്താപത്തിന്റെ രൂപം. ഓം ശാന്തി.